വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാരനന്ദനൻ. നമ്മൾ 2024 +1 ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇത് 12th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? The value of i⁻10 plus i⁻11 plus i⁻12 plus i⁻13 is dash. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. i⁻10 plus i⁻11 plus i⁻12 plus i⁻13ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് i² വാല്യൂ എത്രയാണ്? -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ i² നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്യണം. അല്ലാതെ i⁻10 ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ബട്ട് i² = -1 യൂസ് ചെയ്തിട്ട് വേണം ഇതിനൊന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ. അപ്പോൾ i² നമുക്ക് ഈ i⁻10നെ ഇങ്ങനെ എഴുതാലോ, i² യൂസ് ചെയ്തിട്ട് i²⁻5 അല്ലെ. i²⁻5 എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എ പവർ റൂൾ വെച്ചിട്ട് നമുക്ക് പറയാം അല്ലെ. i⁻10 ആണ് പ്ലസ് i⁻11 ഇതേ രീതിയിൽ തന്നെ 10 × i. ഇപ്പൊ ഐന്റെ ഇവിടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പവർ 1 ആണ്. ഇവിടെ 10 ആയി. 10 + 1 11 ആയി അല്ലെ. അപ്പൊ i² യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി i⁻12നെ നമുക്ക് i²⁻6 എന്ന് എഴുതാം അല്ലെ. 2 × 6 12 ആയി. പ്ലസ് i⁻13 ഇതേപോലെ തന്നെ 6 എന്ന് പറഞ്ഞാൽ 12 ആയി. വീണ്ടും ഒരു ഐയും കൂടി വേണം. അപ്പോൾ i⁻13 ആയി. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തു. ബിക്കോസ് നമുക്ക് ആകെ അറിയണ വാല്യൂ എന്താണ്? i² = -1 ആണ്. ഇനി ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ i² -1 ആണ്. സോ -1 whole⁻5 പ്ലസ് -1 whole⁻5 × i പ്ലസ് -1 whole⁻6 പ്ലസ് -1 whole⁻6 × i. ഇനി നമുക്കറിയാം അല്ലേ, പവർ ഓഡ് നമ്പർ ആണെങ്കിൽ എന്ന് വെച്ചാൽ -1 whole⁻5 എന്ന് പറഞ്ഞാൽ -1 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5 ടൈംസ് അല്ലേ. അപ്പോൾ -1നെ 5 ടൈംസ് ഓഡ് വഴി നമ്മുടെ ഡിഗ്രി ഈ പവർ ഓഡ് നമ്പർ ആണ്. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ വാല്യൂ തന്നെ നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് -1⁻5. അപ്പൊ അവിടെയും എന്താണ്? നെഗറ്റീവ് ആണ് വരിക. പവർ ഓഡാണ്, അതുകൊണ്ട് -1. ഈ -1 × i എന്തായി? -i ആയി. ഇവിടെ -1 വരും. -1 whole⁻5 എന്ന് പറഞ്ഞാൽ -1 വരും. × i കൂടി ഉണ്ട്. സോ -i. ഇനി -1 whole⁻6 ഈവൻ നമ്പർ ആണ് പവർ. സോ +1 തന്നെ വരും. ഇനി ഇവിടെ +1 -1 whole⁻6 വീണ്ടും +1 +1 × i എന്ന് പറഞ്ഞാൽ +i എന്ന് വരും അല്ലേ. ഇനി ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം -1 ഉണ്ട്, അതേപോലെ തന്നെ +1 ഉണ്ട് അല്ലെ. നമ്പർ നോക്കുകയാണെങ്കിൽ, ഇൻറ്റീജർ നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇത് രണ്ടും എന്തായി? -1ഉം +1ഉം ക്യാൻസൽ ആയി. -i + iയും എന്തായി? ക്യാൻസൽ ആയി. ആൻസർ എന്താണ്? 0. സോ ഇവിടെ ഏത് ഓപ്ഷൻ ആണ്? ഡി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ്, എക്സ്പ്രസ് 3 - 2i whole² ഇൻ a + ib ഫോം. a + ib ഫോം നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലേക്ക് എഴുതണം ഇതിനെ സോൾവ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഏതൊരു ഫോമിലാണ്, ഏത് ഐഡന്റിറ്റി ഫോമിലാണ് ഇത് കിടക്കുന്നത്? a - b whole² എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. a - b whole² എന്ന് പറഞ്ഞാൽ a² - 2ab + b² ആണ് അല്ലേ. ആ ഒരു ഐഡന്റിറ്റി നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. a എന്ന് പറയുന്നത് 3ഉം അവിടെ b എന്ന് പറയുന്നിടത്ത് എന്താണ്? 2i ആണ്. അപ്പൊ ഈ ഐഡന്റിറ്റിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3² - 2 ടൈംസ് a എന്ന് പറയുന്നത് 3ഉം b എന്ന് പറയുന്നത് എന്താണ്? 2iയുമാണ്. ഇവിടെ അഗെയിൻ b² 2i². അപ്പൊ ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? 3² is 9 മൈനസ് 2 × 3 6 6 × 2 12 12i പ്ലസ് 2ന്റെ സ്ക്വയർ 4 i² അല്ലേ. ഇനി ഇതിനെ നമുക്ക് വീണ്ടും സോൾവ് ചെയ്തെടുക്കാം. ബിക്കോസ് i² വാല്യൂ -1 ആണ് നമുക്കറിയാം. അത് നമുക്ക് ഇവിടെ കൊടുക്കാം.
അപ്പോൾ 9 മൈനസ് 12i മൈനസ് 4 ഇങ്ങനെ വരും അല്ലേ? കാരണം എന്താ, i² -1 ആണ്. അപ്പോൾ 4 ഇൻറ്റു -1 എന്ത് വരും? -4 എന്ന് വരും. സോ നമ്പർ നമുക്കിപ്പോൾ ഇത് ഏത് ഫോമിലേക്കാണ് ആക്കേണ്ടത്? z ഈക്വൽ ടു a പ്ലസ് ib, കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലേക്കാണ് ആക്കേണ്ടത്. അപ്പോൾ ഇൻറ്റീജർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്, റിയൽ നമ്പർ ആയിട്ട് വരുന്നത് 9 മൈനസ് 4 5ഉം, പിന്നെ ഇവിടെ ഇമാജിനറി നമ്പറിന് വേറെ ഒരു പേരില്ല, സോ അതന്നെ നമ്മൾ എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്? 5 മൈനസ് ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ടും കിട്ടി അല്ലേ? 5 മൈനസ് 12i ആണ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? a പ്ലസ് ib ഫോമിലേക്ക് ആക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് a പ്ലസ് ib ഫോമിലേക്ക് ആക്കാൻ പറ്റിയല്ലോ. അപ്പോൾ a എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 5ഉം കിട്ടി, b എന്ന് പറയുന്നത് എന്താണ്? -12ഉം കിട്ടി. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മളവിടെ അതിനെ കൺവേർട്ട് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5 മൈനസ് 12i. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം ഒരു നമ്പറിന്റെ. 5 മൈനസ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇതാണ്, 5 മൈനസ് 12i. അപ്പോൾ സെഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, സെഡിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/z എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അതായിരിക്കും നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെ എഴുതിയാലും ആൻസർ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ z ഇൻവേഴ്സ് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? z ഇൻവേഴ്സ് ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ, z ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ്, ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് z². അപ്പോൾ അത് ചെയ്താലും ഇത് ചെയ്താലും ഒക്കെ ആൻസർ ഒന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ z ബാർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇത് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ z ബാർ എന്താണ്? z എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ z ബാർ എന്തായിരിക്കും? z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് ദ റിയൽ കോംപ്ലക്സ് നമ്പർ. അപ്പൊ 5 മൈനസ് 12i ആണെങ്കിൽ റിയൽ പാർട്ട് സെയിം ആയിരിക്കും, ഇമാജിനറി പാർട്ട് ഓപ്പോസിറ്റ് സൈൻ വരും. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് -12i ആണ്, ഇവിടെ എന്തായി മാറും? +12iയും മാറും. ഓക്കെ, അപ്പൊ z ബാർ നമുക്ക് അത് കിട്ടി. ഇനി z², മോഡ് ഓഫ് z എന്തായിരിക്കും? മോഡ് ഓഫ് z എന്ന് പറയുന്നത് 5² അല്ലേ? മോഡ് ഓഫ് z നമുക്ക് എന്ന് പറഞ്ഞാൽ √a² പ്ലസ് b² ആണ്. അപ്പൊ √a² പ്ലസ് b², a എന്ന് പറയുന്നത് നമ്മളുടെ 5 ആണ്, റിയൽ പാർട്ടാണ്, 5² പ്ലസ് b എന്ന് പറയുന്നത് നമ്മളുടെ 12, ഇമാജിനറി പാർട്ടാണ്, 12². അപ്പോൾ ഇവിടെ കിട്ടുക 25 പ്ലസ് 144. അപ്പോൾ എന്ത് വരും? 169. ഇനി ഇതിന്റെ സ്ക്വയർ ആണ് പറയുന്നത്. ഇത് നമുക്ക് മോഡ് കിട്ടി, മോഡിന്റെ സ്ക്വയർ. അപ്പോൾ മോഡിന്റെ സ്ക്വയർ റൂട്ടും സ്ക്വയറും ചെയ്യുമ്പോൾ നമ്മളുടെ ആ സ്ക്വയർ റൂട്ട് മാറി എന്തായി മാറും? വെറും 169 ആയി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എഴുതുമ്പോൾ z ഇൻവേഴ്സ് ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ തന്ന നമ്പറിന്റെ z ബാറും ഇതിന്റെ സ്ക്വയറും. അപ്പൊ z ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയത് 5 പ്ലസ് 12i ആണ്, ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ നമുക്ക് കിട്ടിയത് 169 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇതായിരുന്നു നമ്മളുടെ 12th ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു 7 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഇതിൽ ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.